ഏത് പിന്നെ രേണുവിന്റെ പിന്നെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് നമ്മളൊരു ചാനലാണ്, പിന്നെ എന്തുവാ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോള് എന്ന് പറഞ്ഞത് അത്ര വലിയ മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. രേണുസുധയെ ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും ഈ ഒരു വീഡിയോ കാണണം, തീർച്ചയായിട്ടും കാണണം. കാരണം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. കാരണം ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സ് രേണുസുധിക്കെതിരെ വീഡിയോ ചെയ്യുന്ന, രേണുസുധിയെ നിരന്തരം വിറ്റ് തിന്നുന്ന, രേണുസുധിയെ ജീവിക്കാൻ അനുവദിക്കാത്ത കുറച്ച് യൂട്യൂബേഴ്സ് ആണ് എന്നുള്ളൊരു ലേബൽ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു. ആ ഒരു ലേബൽ ഞങ്ങൾക്ക് ചാർത്തി തന്നത് രേണുസുധിയുടെ ഫ്രണ്ടായിട്ടുള്ള സജീന തന്നെയാണ്. കാരണം രേണുസുധിക്കെതിരെ ആര് റിയാക്ട് ചെയ്താലും ഉടനെ സജീന അപ്പം തന്നെ എടുത്ത് തിരിച്ച് റിയാക്ട് ചെയ്യും. അവരെ ചീത്ത വിളിക്കും, ഘോരം അവരെ ചീത്ത വിളിക്കുക. അവരെ ആരൊക്കെ വീഡിയോ ചെയ്തോ, ചെറുതെന്നോ വലുതെന്നോ ഇല്ലാതെ ആരൊക്കെ വീഡിയോ ചെയ്തോ അവരെയൊക്കെ വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും സഹിതം വിളിച്ച് തെറി വിളിച്ച് മോശമായിട്ട് സംസാരിച്ച് മോശമായിട്ട് കാണിച്ച് എത്രയധികം അവഹേളിക്കാം അത്രയധികം അവഹേളിച്ചിട്ടുണ്ട് ഈ സജീന എന്ന് പറയുന്ന യൂട്യൂബർ. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതൊന്നുമല്ല സത്യം. നിങ്ങൾ തിരിച്ചറിയാത്ത കുറച്ച് സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രേണുസുധയെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഈ വീഡിയോ കാണണം. രേണുസുധിയെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രേണുസുധിയുടെ കണ്ടന്റ് കുറച്ചു, മറ്റു കണ്ടന്റ് എടുക്കാൻ തുടങ്ങി. കാരണം കൂടുതലും ഈ തെറിവിളി തന്നെയാണ്. ഒരുപാട് തെറിവിളിയും കാര്യങ്ങളും വരുന്നു. പിന്നെ ഒരുപാട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്ത് അവരുടെ കണ്ടന്റ് എടുക്കാതിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് കുറച്ച് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നു. ഈ സജീന ഒരുപാട് വീഡിയോസ് എനിക്കെതിരെ ഇടുന്നു. ഒന്ന് രണ്ടല്ല കുറച്ച് വീഡിയോസിന് ഞാൻ സജീനയ്ക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, തിരിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീണ്ടും തുടർച്ചയായിട്ട് സജീന എനിക്ക് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ സജീനയ്ക്ക് വീഡിയോ ഇടുകയോ സജീനയ്ക്ക് മറുപടി കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും സജീന ഇടുന്ന വീഡിയോസ് ഞാൻ കാണും, സജീന എൻ്റെയും വീഡിയോസ് കാണും എന്ന് എനിക്കറിയാമായിരുന്നു. ശത്രുക്കളാണല്ലോ. പക്ഷേ അങ്ങനെ ഇരിക്കെ സജീനയുടെ ഒരു ലൈവ് വന്നു. അതായത് ഷബീന ചേച്ചിയും സജീനയും തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കയറി കൊഴുത്തപ്പോൾ സജീനയും ശ്രീതുവും കൂടി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലൈവ് ഞാനും കാണാനിടയായി. അപ്പോൾ ആ ലൈവിൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് സത്യത്തിൽ സജീനയുടെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. കാരണം സജീന ഇങ്ങനെ സങ്കടം സഹിക്കവയ്യാതെ വിങ്ങി പൊട്ടി നിൽക്കുന്ന ഒരു ലൈവായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബാഡ് കമൻറ്റിനെ കുറിച്ചിട്ടൊക്കെ, പിന്നെ ഇങ്ങനെ വീഡിയോസ് ഇടുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിഷമങ്ങളുള്ള ഒരാളായിട്ടാണ് സജീനയുടെ ആ ലൈവ് കണ്ടത്. സത്യം പറയാലോ, ആ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഞാൻ അതിനകത്ത് കമൻറ്റ് ഇട്ടു. ശത്രുക്കളായിരുന്നു എന്ന് ഓർക്കണം. ഞാൻ അതിനകത്ത് കമൻറ്റ് ഇട്ടു. ഞാൻ പറഞ്ഞിടോ പോട്ടിടോ വിഷമിക്കേണ്ട, വീഡിയോസ് കണ്ടിന്യൂ ചെയ്യും, കമൻറ്റ്സ് ഒന്നും നോക്കണ്ട, മറ്റുള്ള വീഡിയോസ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ വീഡിയോ ഇട്, കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കമൻറ്റ്സ് ഇട്ട് 2-3 കമൻറ്റ്സ് ഞാൻ ഇട്ടു. അതിനുശേഷം ഞാനൊരു ലൈവ് ചെയ്തപ്പം സജീനയും വന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ശത്രുത ഇല്ലാതായി, മനസ്സിലൊരു ശത്രുത തോന്നിയില്ല സജീനയോട്. അതിനുശേഷം ഞാൻ സജീനയ്ക്ക് ഒരു ഹായ് അയച്ചു മെസ്സഞ്ചറിൽ. അത് കഴിഞ്ഞിട്ട് 2-3 മെസ്സേജ് അയച്ച് സജീന കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ വേണ്ട, മെസ്സേജ് അയക്കേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ മെസ്സേജൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു, എവരിവൺ അടിച്ചു. പക്ഷേ പിന്നെ സജീന എനിക്ക് എന്തുകൊണ്ടാണ് ഇത് ഡിലീറ്റ് ചെയ്തതെന്ന് ചിരിച്ചുകൊണ്ടൊരു മെസ്സേജ് അയച്ചു. എന്താണ് ഇത് ഡിലീറ്റ് ചെയ്തത്, എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ച് അങ്ങനെ ഇങ്ങോട്ടൊരു ഹായ് വന്നു, അങ്ങോട്ടൊരു ഹായ് വന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ശത്രുതയില്ല, താൻ വിഷമിക്കേണ്ട എന്നൊക്കെ ഞാനും അങ്ങോട്ട് പറഞ്ഞു, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ചെറിയൊരു സൗഹൃദ ടോക്ക് ഉണ്ടായി. അതിനുശേഷം സജീന എനിക്ക് നമ്പർ സെൻഡ് ചെയ്തു. ഒരു വീഡിയോ ഇടുന്നതിനെ കുറിച്ചിട്ടാണ്, ഈ വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്പർ സെൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ആ നമ്പർ സജീനയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അറിയാതെ എൻ്റെ കോള് പോയതാണ്. ട്രൂ കോളർ ഉള്ളത് കൊണ്ട് എൻ്റെ പേര് അവിടെ ചെല്ലുമല്ലോ. അപ്പം അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് കോള് പോയതാണ്. പക്ഷേ പിന്നീട് ഞാൻ സംസാരിച്ചു. പിന്നാണ് ഞങ്ങൾ സജീവനാണല്ലോ എന്ന് പിന്നെ ഞാനങ്ങ് സംസാരിച്ചു. എന്തായാലും കോള് പോയില്ലേ എന്ന് കരുതിയിട്ട് ഞാനങ്ങ് സംസാരിച്ചു. എന്താ വിളിക്കാൻ കാര്യം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലൊരു സൗഹൃദ ടോക്ക്. പിന്നീട് പലവട്ടവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാറുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ രേണുസുധി ദുബൈയിൽ പോയപ്പോഴത്തേക്കും രേണുസുധി ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിനകത്ത് കരിഷ്മയാണ് എല്ലാം എന്ന് രേണുസുധി പറയുകയുണ്ടായി. അപ്പോൾ അത് സജീനയ്ക്ക് വല്ലാതെ ഷോക്കായി, സജീനയ്ക്ക് നല്ല വിഷമമായി. ഒരു ദിവസം രാത്രി എന്ന് വെച്ചാൽ ഒരുപാട് രാത്രിയായില്ല, എനിക്ക് തോന്നുന്നു ഒരു 5:30-6 മണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ടൈം കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കും സജീന, ഈ വീഡിയോസ് എടുത്തിട്ട് ഒന്ന് റിയാക്ട് ചെയ്യാവോ. അതായത് രേണുസുധിയുടെ ആ ഇൻ്റർവ്യൂ, ദുബായിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻ്റർവ്യൂ കാണിച്ചിട്ട് ഈ വീഡിയോ എടുത്തിട്ട് സജീന ക്യാപ്ഷൻ തന്നെ ഇവർ തന്നെ പറഞ്ഞു തന്നു കേട്ടോ.
ഇപ്പം സാമ്പാറോ എന്തോ എന്തിനോ ആ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി സജീന എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തു, അയ്യോ ഇപ്പോഴോ എന്ന് ഞാൻ ചോദിച്ചു. ഞാൻ സജീനോട് പറഞ്ഞു, ഇപ്പം ഈ സമയത്താണോ ഞാൻ വീഡിയോ ചെയ്യുന്നത്, സന്ധ്യ ആയിടോ, പിന്നെ രാത്രി ആയില്ലേ, ഇനിയിപ്പം നാളെ നോക്കാം, അത് തന്നെയല്ല ഞാൻ രേണുസുതി കൊണ്ടിട്ട് ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എന്നോട് പ്ലീസ് 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 എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ചീത്തവിളി കേൾപ്പിച്ചിട്ടേ അടങ്ങത്തുള്ളൂ അല്ലേ എന്ന് ഞാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ശേഷം ഞാൻ അന്നേരം തന്നെ പിന്നെ ഞാൻ വീഡിയോ ചെയ്തു. പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ ഈ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഞാനിവിടെ സജീന എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാറാണ് എന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ വിടുവോ? അപ്പം ഈ വീഡിയോ ആണ് സജീനയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ രേണുസുതിക്ക് ഇട്ട് കൊടുക്കും, രേണുസുതിക്ക് ഇട്ട് കൊടുത്തിട്ട് എനിക്ക് തിരിച്ച് റിയാക്ട് ചെയ്യും, പേടിക്കേണ്ട, വലുതായിട്ടൊന്നും പറയത്തില്ലെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അതിനുശേഷം രേണുസുതിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവരെന്നെ വിളിച്ചു. എനിക്ക് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കുമായിരുന്നു, വാട്സപ്പ് കോൾ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അന്നേരം എന്നോട് പറഞ്ഞു, രേണുസുതിക്ക് ഞാൻ ഇട്ട് കൊടുത്തു, രേണുസുതി പൂര ചീത്തയായിരുന്നു എന്നെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് സമാധാനം ആയല്ലോ. അപ്പം എന്നെ പറഞ്ഞു, രേണുസുതി ഇങ്ങനെ പറയുമോ ചീത്ത, ഇപ്പം ഇത് രേണുസുതി കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്ത് വെച്ചോ, ഇപ്പം രേണുസുതി എന്നെ ഭയങ്കരമായിട്ട് തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അവൾക്ക് പ്രാന്താണ്, അവൾക്ക് വട്ടാണ്, അങ്ങനെയൊക്കെ കുറേ ചീത്ത എന്നെ പറഞ്ഞെന്ന് പറഞ്ഞു ആ ഒരു വീഡിയോ ചെയ്തതുകൊണ്ട്. അപ്പോൾ സജീന ചോദിച്ചെന്ന് പറഞ്ഞു, നീ അങ്ങനെ ഒരു പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പം മറ്റുള്ളവരെടുത്തിട്ട് എന്നെ റിയാക്ട് ചെയ്തേന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ രേണുസുതിക്ക് ഇട്ട് കൊടുത്തത്. അപ്പം ഞാനിതിവിടെ പറയാനായിട്ടുള്ള കാര്യം, സജീനയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സജീന രേണുസുതിക്ക് എതിരെ എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച്, എന്നെക്കൊണ്ട്. ആയാൾ എന്ത് അർഹതയാണ് ഈ യൂട്യൂബിൽ മറ്റ് വീഡിയോസ് ഇടുന്ന യൂട്യൂബേഴ്സിനെ ചീത്ത പറയാനായിട്ട്? എന്ത് യോഗ്യതയാണ് സജീനയ്ക്കുള്ള? ഇതുകൊണ്ടും തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ ചേച്ചി അങ്ങനൊന്നുമില്ല, ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞാൻ അതിൽ പറയാൻ മറന്നുപോയി എന്ന് രേണുസുതി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രേണുസുതിക്ക് ചിലപ്പോൾ മനസ്സിലാകും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രേണുസുതിക്ക് മനസ്സിലാകും. ചേച്ചി അങ്ങനെ അയാൾ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കരീഷ്മയുടെ കാര്യം പറഞ്ഞതാ, അല്ലാതെ ചേച്ചി എൻ്റെ ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അല്ലാതെ ചേച്ചി എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എന്ന് രേണുസുതി പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, നല്ലൊരു സുഹൃത്തായിട്ട് രേണുസുതിയുടെ കൂടെ നിന്നിട്ട് സജീനയ്ക്ക് ആളാവാൻ വേണ്ടി, അല്ലെങ്കിൽ സജീനെ ഒരു ഫ്രണ്ടാണെന്ന് പറയാത്തതിൻ്റെ പേരിൽ സജീന ഈ രേണുസുതിക്കെതിരെ വീഡിയോ ഇടിപ്പിച്ച ആളാണ്. അപ്പോൾ എങ്ങനെയാണ് സജീന നല്ലൊരു ഫ്രണ്ടാവുന്നത്? അതിനുശേഷം പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് ഞാനും സജീനെ ഉടക്കി. കുറച്ച് നാൾ മുന്നേ, കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2-3 ആഴ്ച ആയെന്ന് തോന്നുന്നു, 1-2 ആഴ്ചയായി. പിന്നെ ഞാൻ കോൺടാക്റ്റ് ഇല്ല, മെസ്സേജില്ല. ഉടക്കാൻ കാര്യം വേറൊന്നുമല്ല, ഈ ചെറിയ റിയാക്ഷൻ വീഡിയോസ് ഞങ്ങൾ തമ്മിലുള്ള വിഷയമല്ല, പുറത്ത് ഈ സജീനയുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള സജീനയ്ക്ക് കോൺടാക്റ്റ് ഉള്ള 1-2 പേര് എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് പൂരത്തെറി വിളിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത ആ ഒരു വിഷയം വെച്ചിട്ടാണ്. അപ്പം സജീനയ്ക്ക് അറിയാവുന്നതായതുകൊണ്ട്, സജീനയ്ക്ക് കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ സജീന തമ്മിൽ അത് സംസാരിച്ചു. പക്ഷേ ഞാൻ നേരെ സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. സൈബർ സെല്ലുകാർ ആ വീഡിയോ റിമൂവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് ഉണ്ടായതിനു ശേഷം ഞാൻ സജീനെ കോൺടാക്ട് ചെയ്തിട്ടില്ല, ഒരു ഹായ് പോലും ഞാൻ അവർക്ക് ഇട്ടിട്ടില്ല. ഈ രേണുസുതിക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചില്ല, ഒരിക്കലും ഞാൻ സജീനെ വിളിച്ച് തിരക്കാനേ പോയില്ല, ഈ സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് തിരക്കാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ വേറൊരാളെ വിളിച്ചിട്ട് ഈ അസുഖ വിവരം തിരക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 ദിവസം മുന്നേ സജീന വീണ്ടും എനിക്കൊരു വോയിസ് ഇട്ട്, ആ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇടേ ഇത് രേണുസുതി അഭിനയിച്ച പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിനകത്തുനിന്ന് എടുത്ത് ക്ലിപ്സ് എല്ലാം എടുത്തിട്ടൊരു ട്രോള് വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും. ചാനൽ നമ്മുടെയാണ്, കമോൺ മീഡിയ എന്നാണ് ചാനലിന്റെ പേര്. ഹൈപ്പ് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യട്ടാ. വീഡിയോ കണ്ടിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ക്ലിപ്പ് കട്ട് ചെയ്തിട്ട് ട്രോൾ ചെയ്യുന്നെങ്കിൽ ട്രോൾ ചെയ്യാം. ഇതിനകത്ത് സജീന എന്താണ് പറയുന്നത്? ആ ഒരു ആൽബം, അവരുടെ പുതിയതായിട്ട് തുടങ്ങുന്ന ആൽബം, അത് ഞാൻ എടുത്തിട്ട് വേണമെങ്കിൽ ട്രോള് ചെയ്തോ, അതായത് എനിക്കൊരു ഉപകാരം തരികയാണ്, വേണമെങ്കിൽ ട്രോള് ചെയ്തോ. ഞാൻ ട്രോൾ ചെയ്യാൻ പോയില്ല. ഞാൻ ആ ഒരു നോക്കാനേ പോയില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കാനും പോയില്ല. കാരണം വേണമെങ്കിൽ ട്രോള് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ ഇടുന്ന വീഡിയോസിന് അത്യാവശ്യം എനിക്ക് റീച്ച് കിട്ടുന്നുണ്ട്. ഏത് കണ്ടൻറ് ഇട്ടാലും അത്യാവശ്യം കുറച്ച് പേര് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതെടുത്തിട്ട് ഒരാൾ പറഞ്ഞിട്ട് ട്രോൾ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രേണുസുതിയുടെ ഈ ഒരു ആൽബം ഞാൻ എടുത്തിട്ട് ട്രോളാൻ വേണ്ടി സജീന എന്നോട് ആവശ്യപ്പെട്ട് എൻ്റെ വാട്സപ്പിൽ സജീന അയച്ച വോയിസ് മെസ്സേജാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, ആ ഫ്രണ്ട്സുകളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ എന്നോട് സജീന ഈ ഒരു വിഷയം ട്രോൾ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. രേണുവിന്റെ തുണിയില്ലാതെ നടക്കുന്ന ഏത് ഫോട്ടോ നിങ്ങളുടെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇത് നമ്മളൊരു ചാനലാണ്, എന്തുവാ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇടുന്നത് നമ്മുടെ ചാനലാണ്. അപ്പം അതെടുത്ത് ട്രോള് എന്ന് പറഞ്ഞത് അത്ര വലിയ മഹാ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് ഇയാൾക്ക് ഇട്ടുന്ന വോയിസ് എടുത്തിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം.
അത് ഞാൻ റിയാക്ട് ചെയ്തോളാം. എന്തായാലും ഈ കമന്റ് ഇടുന്നവളുമാരുടെയൊക്കെ കഴപ്പ് എനിക്കൊന്ന് തീർത്ത് കൊടുക്കണമല്ലോ. എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള 2 പേര്, ഒരാൾ പോസ്റ്റ് ഇട്ടു, ഒരാൾ കമൻറ്റ് ഇട്ടു. ആ കമൻറ്റ് കണ്ട ഉടനെ ഇവർ ഈ കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ പോസ്റ്റും സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് എനിക്കിട്ട് ചെറ്റത്തര വല്ലേ കാണിക്കുന്ന, തെണ്ടിത്തര വല്ലേ കാണിക്കുന്ന, പേഴ്സണലായിട്ട് ഇട്ട ഒരു ചാറ്റ്, പേഴ്സണലായിട്ട് ഇട്ട ഒരു വോയിസ് ഇങ്ങനെ കാണിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് അങ്ങോട്ട് ശരിക്കും പറയാൻ തുടങ്ങി. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനും അതിന് തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഈ പേഴ്സണൽ ചാറ്റും പേഴ്സണൽ വോയിസും ഇങ്ങനെ പബ്ലിക്കിൽ ഇടുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് ഇട്ടിട്ടില്ല. ഈ നിമിഷം വരെ ഇപ്പം ഞാനിത് ഇടുന്നത്. ഇതിന് മുന്നേ എനിക്ക് എത്രയോ ദിവസം മുന്നേ ഇടാമായിരുന്നു. രേണുസുധിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ചപ്പോൾ എനിക്ക് ഇടാമായിരുന്നു. ഇട്ടില്ലല്ലോ. നമ്മൾ തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതായിട്ട് ഒരു 2 ആഴ്ച കൂടുതലായി. അപ്പോഴും ഞാൻ ഈ ഒരു വോയിസ് ഇടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് എൻ്റെ ചാറ്റിൽ വന്നിട്ട് ഈ സുഹൃത്തുക്കൾ ചതിക്കുന്നതിനെ കുറിച്ചിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പം ഇത്രയും നല്ല സ്നേഹത്തോടെ കൊണ്ട് നടന്ന രേണുസുധിയെ ചതിച്ച് കൂടെ നിന്ന് രേണുസുധിക്കെതിരെ വീഡിയോ ചെയ്യിപ്പിച്ച എൻ്റെ അടുത്താണ് സുഹൃത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചിട്ട് സജീന പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും ഞാനിത് മൂടി വെച്ചാൽ അവിടെ ചതിക്കപ്പെടുന്നത് രേണുസുധി ആയിരിക്കും. അവിടെ ചതിക്കപ്പെടുന്നത് കൂടെ നിന്ന് വിശ്വസിച്ച രേണുസുധി ആയിരിക്കും ചതിക്കപ്പെടുന്നത്. ഈ രേണുസുധിയെ ഞാൻ റോളിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് രേണുസുധിയോട് എനിക്ക് യാതൊരുവിധ ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. ഈ സോഷ്യൽ മീഡിയ കാണുന്ന കാര്യങ്ങളെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. വ്യക്തിപരമായിട്ട് രേണുസുധിയുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ഇഷ്ടക്കേടില്ല. പക്ഷേ ഈ ലീക്കായ ലൈവ് അതിനോടൊക്കെ എനിക്ക് വിയോജിപ്പാണ്, എനിക്കിഷ്ടമല്ല. നമുക്ക് വെറുപ്പ് തോന്നുന്ന രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ഇഷ്ടമല്ല, സത്യത്തിൽ ഇഷ്ടമല്ല. പക്ഷേ ഒരിക്കലും രേണുസുധി എൻ്റെ ഫ്രണ്ടല്ല. ഞാനൊരു റിയാക്ഷൻ വ്ളോഗറാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ കാണുന്ന കണ്ടന്റ് എടുത്ത് ഞാൻ റിയാക്ട് ചെയ്യും. അത് എൻ്റെ ജോലിയാണ്, ഇതെൻ്റെ ജോലിയാണ്. പക്ഷെ സജീന അങ്ങനെയല്ല. സജീന രേണുസുധിയുടെ ഫ്രണ്ടാണ്. നല്ല ഫ്രണ്ടായിട്ടിരുന്നിട്ട് സജീന ഒരു നിമിഷം കൂട്ടുകാരി ആണ് എന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞില്ല എന്ന പേരിൽ സജീന എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച വ്യക്തിയാണ്. അപ്പം ആരാണ് ശരിക്കുള്ള ഫ്രണ്ട്? സജീന എങ്ങനെയാണ് ശരിക്കുള്ളൊരു ഫ്രണ്ട് ആവുന്നത്? ഈ 2 ദിവസം മുമ്പാണ് ഈ ഒരു വോയിസ് എനിക്കിട്ടത്, വീണ്ടും ട്രോളെന്നും പറഞ്ഞിട്ട്. അപ്പം ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ രേണുസുധിയെ ജീവിക്കാൻ അനുവദിക്കാത്ത വ്ളോഗേഴ്സ്, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, രേണുസുധിയെ ഞങ്ങൾ ട്രോളുന്നു, രേണുസുധിക്കെതിരെ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങ് ഒരു ഭയങ്കര മോശക്കാരും ഒരു പെണ്ണിനെ ജീവിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരുമാക്കി ഞങ്ങളെ മാറ്റിയിട്ട് ക്ലീൻ ഇമേജിലിരിക്കുകയാണ് സജീന. 2 ദിവസം മുമ്പിട്ട വീഡിയോ അങ്ങനെയാണ്. ക്യാൻസർ ആയ ഒരു ആളെ ഇത്രയധികം പറയുന്ന, നീയൊക്കെ അങ്ങനെ ചെയ്യും, വെള്ളം ഇറങ്ങാതെ ചാവും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാകുമ്പോൾ സ്വന്തം കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. ഇനിയും ഞാനിതൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ രേണുസുധിയോട് ഞാൻ ചെയ്യുന്നൊരു വലിയ ചതിയായിരിക്കും. പക്ഷേ ഇതെനിക്ക് തുറന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു തുറന്നു പറച്ചിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തത് തെറ്റോ ശരിയോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.